ഹലോ. അപ്പോൾ നമ്മളിത് നാട്ടിൽ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ 6:30 ആയിട്ട് ഇവിടെ നേരം വെളുത്തിട്ടില്ല കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ പോയപ്പം. അപ്പം ഞങ്ങൾ വീട്ടിലല്ലാത്തതുകൊണ്ടേ ഞാൻ ഈ പനിക്കൂർക്ക ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ്. അതാകുമ്പം വാടി പോകത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കും എന്തോ ഒരു പാത്രമായി എന്നറിയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വല്ലപ്പോഴും അല്ലേ വരാറുള്ളൂ. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. എന്നിട്ട് നമ്മുടെ വർക്ക് ഏരിയയിൽ ഇങ്ങനെ ഗ്രില്ലിന് പിന്നെയും നമ്മളൊരു നെറ്റ് അടിച്ചിട്ടുണ്ട്. എലിയുടെ ശല്യം ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ നല്ല കുരുവികളുടെ ശബ്ദമാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അലക്കുകല്ല്. അപ്പം ഞാൻ വെള്ളം മോട്ടർ അടിച്ചിട്ട് വെള്ളം ഇതുവരെ നിറഞ്ഞിട്ടില്ല ടാങ്കിൽ. അപ്പോൾ അതെന്നാ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ താഴെ നമുക്ക് കുഴൽക്കിണറാണുള്ളത്. അത് കുഴൽക്കിണർ വന്നിട്ട് നമുക്കിങ്ങനെ താഴെയാണുള്ളത്. അപ്പോൾ ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് താത്തി വെച്ചിട്ട് പിന്നെ അത് മേലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് മേലേക്ക് ടാങ്കിലേക്ക് വെള്ളം പോകുള്ളൂ. ഇതുവരെ താഴെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു വെള്ളം. അപ്പം ഞങ്ങൾ ഈ വീട് പണിത സമയത്ത് 13 വർഷമായിട്ടോ ഈ തെങ്ങ് വെച്ചിട്ട് ഒറ്റ തേങ്ങ പോലും കായ്ച്ചിട്ടില്ല. നമ്മൾ മതിലിലൊക്കെ ഇതുപോലെ സെൻസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പം തന്നെ കത്തും, രാവിലെ ആകുമ്പോൾ തന്നെ ഓഫാകും. അപ്പോൾ അതിൻ്റെ സ്വിച്ചൊക്കെ നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. ഇത് ഓറഞ്ചാണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടതാണ്. കുറേ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് എന്നിട്ട് ഇത് മേലത്തെ നിലയിലേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാം മുറി ഒന്ന് തുറന്നിടണം. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ സ്വിച്ചിലൊക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പുറത്തെ ലൈറ്റിൻ്റെ ഏത് ലൈറ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഇതൊരു നമ്മുടെ മേലത്തെ റൂമാണ്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ടേബിളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അഴിച്ചു കൊണ്ടുവന്നിട്ട് അതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ പുറത്തേക്ക് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിലുള്ള റൂമാണ് മേലത്തേത്. ഇതാ നമ്മുടെ മേലത്തെ ബാൽക്കണി. അവർ 2-3 ദിവസം മുന്നേ വന്ന് മമ്മി ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കരികിലൊന്നും ഇല്ലാത്ത എല്ലായിടും നല്ല വൃത്തിയായി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ മേൽഭാഗം ടൈൽസ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ഇപ്പോൾ വലിയ ചൂടില്ല, നല്ല തണുപ്പുണ്ട്. മേലെ ഷീറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ ഇപ്പം അപ്പുറത്തെ വീട്ടിലെ എല്ലാവരുടെ പറമ്പൊക്കെ നല്ല ക്ലീൻ ചെയ്ത് എല്ലായിടം വൃത്തിയാക്കി കേട്ടോ ഇട്ടേക്കുന്നത്. ഇതിൽ കൂടെ വെരുകൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആ പറമ്പിൽ കൂടെ. അപ്പം ഞാൻ ഈ സ്റ്റാൻഡും എടുത്ത് ആദ്യം ഞാൻ വിചാരിച്ച് മേലെ കൊണ്ടുവന്ന് വെച്ച് തുണി അലക്കിയത് ഇടാമെന്ന്. പിന്നെ മേലെ കയറി വരണ്ടേ, അതുകൊണ്ട് അതും എടുത്തുകൊണ്ട് ഞാൻ താഴെ പോയി. എന്നിട്ട് താഴെ തുണി വിരിച്ചിടാൻ ഓർത്തുകൊണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടോ. അപ്പം നമ്മുടെ ആ സോളാർ ലൈറ്റ് ഇവിടെ നിൽപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റൊക്കെ വെച്ചതുകൊണ്ട് രാത്രിയാകുമ്പം തന്നെ കത്തിക്കോളും. ഇപ്പോൾ സൂര്യൻ ഇതാ ഉദിച്ചു വരുന്നു. അവിടെ വടക്കിഴക്ക് നമ്മുടെ അപ്പുറത്തെ സൈഡിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കുറേ വാഴയൊക്കെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ കിച്ചണിൽ വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. ചായയും പിന്നെ മുട്ട ഓംലേറ്റ് പിന്നെ ബ്രെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് നമ്മൾ നാട്ടിൽ വരുമ്പോൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പണ്ടൊക്കെ ഞങ്ങൾ പോയി പൊറോട്ടയും മീൻകറിയൊക്കെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറ്റിലല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വയ്ക്കുകയാണ്. കാരണം എനിക്ക് ജോലി ചെയ്യണേ. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വയ്ക്കണം. ഉച്ചക്കത്തേക്കും കൂടെ ഉണ്ടാക്കി വയ്ക്കണേ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ചായ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ആറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള, നാട്ടിലെ വീട്ടിലെ അടുക്കള. നല്ല സൗകര്യമുണ്ട് കേട്ടോ അടുക്കളയ്ക്കൊക്കെ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് വഴുതനങ്ങ തോരൻ വയ്ക്കാൻ വേണ്ടി അരിഞ്ഞ് അതൊക്കെ തോരൻ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ പണിയുള്ളതാണ് ഈ മുറ്റം അടിച്ച് വാരി ഞാൻ കുറേ കഴിഞ്ഞപ്പോഴത്തേനും മടുത്തു. അപ്പോൾ ഞാൻ ഫ്രണ്ടിലെ മാത്രം മുറ്റം അടിച്ചിട്ട് പിന്നെ തുണി അലക്കിയത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചിടാൻ വേണ്ടി ആ സ്റ്റാൻഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് അതൊന്ന് കഴുകി എടുത്തിട്ടോ. അപ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള തുണി ഇടുമ്പോഴത്തേനും കറണ്ട് പോയി. പിന്നെ എനിക്കിഷ്ടമാണ് തുണി അലക്കുകല്ലിൽ അലക്കാൻ. അതും അലക്കിയിട്ട് പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജോലിയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ രാവിലെ കപ്പ മമ്മി തലേദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടുകപ്പയാണ് കേട്ടോ. അപ്പോൾ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മളിത് പൊടികൾ വാങ്ങിക്കാൻ പോയി കേട്ടോ. ഇവിടെ നമ്മൾ ആനപ്പന്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ അവിടെ ഒരു മില്ലുണ്ട്. അവിടെ നിന്ന് നമുക്കിങ്ങനെ കുറേ മസാലപ്പൊടികളും മല്ലിപ്പൊടിക്കൊക്കെ 120 രൂപയൊക്കെ ഉള്ളൂ 1 കിലോയ്ക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് ഇതാ ഒരു കടയുടെ സൈഡിൽ നിർത്തിയപ്പോൾ അവിടെ ഉണക്കമീൻ ഉണക്ക ഇറച്ചിയൊക്കെ വിൽക്കുന്നുണ്ട്. പണ്ട് നമ്മളിങ്ങനെ സാധനമൊക്കെ പോയിരുന്ന ഇങ്ങനത്തെ ചാക്കുനൂലിലല്ലേ. അപ്പോൾ ആ ചേട്ടൻ ചാക്കുനൂലിലൊക്കെ കെട്ടിത്തന്ന് അത് കഴിഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് വന്നിട്ട് മമ്മിയും പപ്പയും കൂടെ കണ്ണൂർ പോയപ്പം കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ.
കല്ലുമ്മക്ക ഞങ്ങൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടിട്ടാണ് പോയത്. അപ്പം വന്നപ്പോഴത്തേനും തണുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കല്ലുമ്മക്കായ എടുത്തിങ്ങനെ കൈകൊണ്ട് നമുക്കിങ്ങനെ ഊരി എടുക്കാൻ പറ്റും. കൈ കൊണ്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതങ്ങനെ നമ്മുടെ കയ്യിലോട്ട് വരും. അപ്പോൾ ആ വേസ്റ്റ് അങ്ങനെ പോവുകയും ചെയ്യും. നമുക്ക് ഈ തോട് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പലഹാരം ഉണ്ടാക്കും. അരിപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ട് കല്ലുമ്മക്കായുടെ ചെറിയൊരു ഇതും കൂടെ വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കല്ലുമ്മക്കാന്ന് തന്നെ അതിന് പറയുക. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് നേരം കിട്ടില്ല കേട്ടോ. കുറേ നേരം ഞാനിങ്ങനെ തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ആ ബാക്കിൽ ആ വേസ്റ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡും കൂടെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അത് ചെറിയൊരു ഭാഗമായിട്ടാട്ടോ നമുക്ക് കിട്ടുക. അതിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. മറ്റേ നമ്മൾ കല്ലുമ്മക്കായായിട്ട് മാത്രമായിട്ട് ഇറച്ചിയായിട്ട് മാത്രം വാങ്ങുമ്പോൾ വേറൊരു വൃത്തികെട്ട ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ഇതിനില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഇത് വെച്ചൊരു മസാലയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.